ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് പറയാൻ പോകുന്നത് ബഡ്ഡി എന്ന തെലുങ്ക് സിനിമയുടെ റിവ്യൂ ആണ്. പടം എങ്ങനെയെന്ന് ചോദിച്ചാൽ, അല്ലു സിരീഷ് എന്ന നടൻ്റെ കംബാക്കാണിത്. ഐ ആം ഹാപ്പി അബൌട്ട് ദിസ് മൂവി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന അല്ലു സിരീഷ് മാത്രമല്ല അഭിനയിച്ചിരിക്കുന്നത്. അല്ലു സിരീഷ് ഉണ്ട്, ഗായത്രി ഭരദ്വാജ് എന്ന് പറഞ്ഞ ഒരാളാണ് നായിക. ഇത് ഋഷ രാജേഷ് സിംഗ് എന്നൊരാൾ ഈ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അജ്മൽ അമീറാണ് മെയിൻ വില്ലൻ. മുകേഷ് ഋഷി, മുഹമ്മദ് അലി, തെലുങ്ക് കോമഡിയനുണ്ട് മുഹമ്മദ് അലി ഒക്കെയാണ് ഈ സിനിമയിൽ മറ്റ് റോൾസിൽ അഭിനയിച്ചിരിക്കുന്ന. പടം വേറെ ലെവല് ആണ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ലാഗ്സ് ഉണ്ട്, കുറച്ച് ലാഗൊക്കെ ഉണ്ട്. ആദ്യം തന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതൊരു റീമേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പടമാണ്. പടത്തിൻ്റെ പേര് ടെഡി. ആര്യ നായകനായിട്ട് വന്ന പടമാണ്. ആ പടം OTT ഇറങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ പടത്തിൻ്റെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്കാണിത്. അതിൻ്റെ അത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ, അതിൽ മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ വിവരിച്ച് തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അവരുടെ ഓഡിയൻസിന് എന്താണ് വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഡയറക്റ്റഡ് ബൈ സാം ആൻറ്റൺ. അങ്ങേര് ഡയറക്റ്റ് ചെയ്യുന്ന ട്രിഗർ, ഗൂർഖ എന്ന നല്ല പടങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. അയാൾ GV പ്രകാശിനെ വെച്ചൊരു പടം പണിയിരുന്നു. പക്ഷെ അത് ശോകമായിരുന്നു. വേറെ 5 പടം എന്തോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ GV പ്രകാശിൻ്റെ ഒരു പടമുണ്ട്, ശോകമാണ്. പക്ഷെ അതുമായിട്ട് ചെയ്ത 2 പടവും പിന്നെ യോഗി ബാബുവായിട്ട് ചെയ്ത ഗൂർഖ എന്ന് പറയുന്ന പടവും നല്ല സൂപ്പറായിരുന്നു. അതുകൊണ്ടുള്ള എക്സ്പെക്റ്റേഷൻ കൊണ്ടും കൂടിയാണ് ഈ പടം കണ്ടത്. വേറെ ലെവല് കടം. തിയേറ്ററിൽ ചൂടാലി എന്ന് തെലുങ്കന്മാരോട് എനിക്ക് പറയണം. കാരണം അങ്ങേര് കംബാക്ക് എടുത്തിട്ടുണ്ട്. കാരണം അവരുടെ അവസാനത്തെ ലാസ്റ്റ് 2 പടം എന്ന് പറഞ്ഞ പടക്കങ്ങളായിരുന്നു. ഒന്ന് ഓർവശിവോ രാക്ഷസിവോ എന്ന് പറയുന്ന ഒരു പടവും പിന്നെ ABCDയുടെ തെലുങ്ക് റീമേക്കും ആയിരുന്നു. ഈ 2ഉം ശോകമായിരുന്നു. ഞാനത് കണ്ടിട്ട് എന്താണ് പറയേണ്ടതെന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ അത് അങ്ങേര് നികത്തി തന്നിട്ടുണ്ട് ഈ പടത്തിൽ. ഫസ്റ്റ് ഹാഫിൽ ഇത്തിരി ലാഗുണ്ട്, കുറച്ച് ലാഗൊക്കെ ഉണ്ട്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വില്ലൻ്റെ ഇൻട്രോയോടെയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ മെലഡി സോങ് വരുന്നു. മറ്റേ കെമിസ്ട്രി കാണിക്കാൻ വേണ്ടിയിട്ട്, നായിക കെമിസ്ട്രി കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് ആ പാട്ട് കഴിയുമ്പോൾ തന്നെ നായികനെ നമ്മുടെ അജ്മൽ അമീറിൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ നിന്ന് കുറച്ച് ലാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ തട്ടിക്കൊണ്ട് പോകുന്നത് സീൻ തൊട്ട് കുറച്ച് ലാഗ് ഉണ്ട്. പിന്നെ മറ്റേ ഹോസ്പിറ്റൽ ഫൈറ്റ് സീനുണ്ട്. നമ്മുടെ ടെഡി റെഫറൻസ് കാണിച്ചിട്ടുണ്ടാണ് ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്. ആ ഫൈറ്റ് കൊറിയോഗ്രഫി ആര് ചെയ്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ വെൽ ഡൺ ഇറ്റ്. അതും ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ആ പിള്ള പാട്ട് കഴിഞ്ഞിട്ട് മറ്റേ തട്ടിക്കൊണ്ട് പോകുന്ന സീനാണ് നായകനെ. അതുമായിട്ട് ആ ഹോസ്പിറ്റൽ ഫൈറ്റ് സീൻ ആവുന്നത് വരെ ഒരു ലാഗ് ഉണ്ടാവും. അതെന്തോ ഒരു 30 മിനിറ്റ്സ് എന്തോ ഒരു ലാഗ് സഹിക്കേണ്ടി വരും നിങ്ങൾ. അതൊരു നെഗറ്റീവാണ്. പിന്നെ ഈ സിനിമയിൽ പ്രശ്നം വന്നത് എന്നതായിട്ട് തോന്നിയത് എന്താണ് പറയുക, ചില അൺനെസസറി ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. എന്തോന്നാണ് രവി വർമ്മ എന്ന് പറയുന്ന തെലുങ്ക് ഫിലിം ആക്ടറൈസിനെ അഭിനയിച്ചിട്ട് അങ്ങേരൊരു അൺനെസസറി ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സൈമൺ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അങ്ങേരും കൂടത്തരമായിട്ടാണ് ചെയ്യുന്നത്, ഒരു ഡ്രഗ് ഡീലർ. ബാക്കി എല്ലാവരും സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്.
ചെയ്ത ആരാന്നൊന്നും എനിക്ക് അറിയണുണ്ട്, അത് പറയായി. പിന്നെ മ്യൂസിക് ബൈ ഹിപ്പ് ഹോപ്പ് തമിഴ. അങ്ങേരാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ലതായിട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ബി ജി ഞാൻ പറഞ്ഞില്ല, ലാഗ് വന്ന സീൻസിലൊന്നും ബി ജി എം പോലും വർക്കായിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ ബി ജി എം അല്ല മറ്റേ പാട്ട് വർക്കായിട്ടുണ്ട്, പക്ഷേ ബി ജി ഒന്നും വർക്കായില്ല. സെക്കൻഡ് ഹാഫിൽ സൂപ്പർബായിട്ട് വന്നിട്ടുണ്ട്. ബി ജി എം നല്ലതായിട്ടുണ്ട്, സോങ്സും നല്ല ഒരൊറ്റ സോങ്ങേ ഉള്ളൂ, ഫീൽ ഓഫ് ബഡ്ഡി എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കാര്യം. പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രാഫി ഞാൻ ശ്രദ്ധിച്ചു പോലില്ല. ശ്രദ്ധിക്കണമെന്നുണ്ടായിരുന്നു കാരണം നല്ല എഡിറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 30 മിനിറ്റ് ഒന്നെടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഡിറ്ററിനെ കളഞ്ഞിരുന്നെങ്കിൽ എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. ബാക്കി എല്ലാ സീൻസിലെ എഡിറ്റിങ് നല്ലതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ വർക്ക് ഈസ് സൂപ്പർബ്, ഡയറക്ഷൻ ഈസ് സൂപ്പർബ്. ഞാൻ പറഞ്ഞ ഡയറക്ഷൻ സൂപ്പർബാണ്. സാം ആൻ്റൺ ആണ് അവരുടെ ഫസ്റ്റ് തെലുങ്ക് പടമാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തത് ഈ ജ്ഞാനവേൽ രാജനാണ്. നമ്മുടെ മാസ് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. മാസ് എങ്കിലെ മസിലാമണി പടം ഡയറക്റ്റ് ചെയ്ത ആളാണ്. അങ്ങേർക്ക് ഇത്രയും ധൈര്യത്തോടെ പൈസ ഇറക്കാൻ ധൈര്യമുണ്ടായതിൽ സന്തോഷം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പടം തിയേറ്ററിൽ പോയി കാണും. ഇവിടെ വല്ല തിയേറ്ററിൽ വന്നു PVRൽ ഇപ്പോൾ പോകുന്ന വാഷ് ഔട്ടാണ് പറയുക, കാരണം നെഗറ്റീവ് റിവ്യൂസാണ് കിട്ടിയിരുന്നത്. IMDb 5.7 10 സ്റ്റാറിന്ന് 5.7 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ 10/10 എന്നിരിക്കും. കാരണം അമ്മാതിരി നല്ല പടം. ഇമ്മാതിരി മറ്റേ കൽക്കി കഴിഞ്ഞിട്ട് കൽക്കി ആടുജീവിതം, മഞ്ഞുമൽ ബോയ്സ്, ഫൈറ്റർ, പിന്നെ ഏതാണ് ഹനുമാൻ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു വിഷ്വൽസും നല്ലൊരു പടവും കണ്ടത് ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് മഹാരാജ വരുന്നത്. മഹാരാജ വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് PT സാറ്, അങ്ങനത്തെ ഒരുപാട് പടങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വേണമെങ്കിൽ അതൊന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം. പിന്നെ ഒരു പോൾ ഇട്ടിരുന്നു. ആ പോളിൻ്റെ റിവ്യൂ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഈ റിവ്യൂവിന് ശേഷം ആ റിവ്യൂയുടെ അത് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറയാൻ മറന്നുമായിരുന്നു. സോറി ഗുയ്സ് എന്ന് മാത്രം പറഞ്ഞ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും, അതൊന്ന് പ്രസ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.